നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ സ്കിന്നിന് വളരെ യൂത്ത്ഫുള്ളും ഹെൽത്തിയുമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് വയസ്സാവുന്നതും ആഫ്റ്റർ 30 ഒക്കെ റിങ്കിൾസ് ഉണ്ടാവും, ഫൈൻ ലൈൻസ് ഉണ്ടാവും, അതുപോലെ സ്കിന്നിന് പല പ്രോബ്ലങ്ങൾ വരും. അപ്പം ഇതൊക്കെ മാറ്റാനും അല്ലെങ്കിൽ സ്കിന്നിന് യാതൊരു പ്രോബ്ലം ഇല്ലാത്ത ഇരിക്കുന്നവർക്കാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഗമ്മീസ് കഴിക്കുന്നത് ഇപ്പോൾ സാധാരണ ബയോട്ടിൻ സപ്ലിമെൻ്റ് അല്ലെങ്കിൽ വിറ്റമിൻസ് പാക്ഡ് ആയിട്ടുള്ള ഗമ്മീസ് അല്ലെങ്കിൽ മുട്ടായി രൂപത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് ച്യൂയബിൾ ആയിട്ടുള്ള ഗമ്മീസ് കഴിക്കുന്നത് വളരെ സാധാരണമാണ്. അപ്പോൾ ഈ ഗമ്മീസ് ഏതാണ് ആയുർവേദത്തിൽ അല്ലെങ്കിൽ ഹെർബലിൽ ഏറ്റവും നല്ലതെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം. ഹിമാലയയുടെ ഹെൽത്തി ഹെയർ ആൻഡ് നെയിൽ ഗമ്മി വളരെ നല്ലതാണ് സ്കിന്നിനും നെയിലിനും. അപ്പോൾ നമ്മൾ വേറെ ഒരു ഗുളിക എടുക്കേണ്ട, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സപ്ലിമെൻറ്റ്സ് വേണ്ട, അല്ലെങ്കിൽ നമ്മൾ വിറ്റമിൻ ഇ ടാബ്ലറ്റ്, സി ടാബ്ലറ്റ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അതൊക്കെ ഇതിൻ്റെ അകത്ത് പാക്ഡ് ആണ്. അതുപോലെ തന്നെ ബെസ്റ്റ് സ്കിന്നിൻ്റെ ഏറ്റവും നല്ലൊരു പരിപാലനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ബയോട്ടിൻ സപ്ലിമെൻറ്റ് 100% റെക്കമെൻഡഡ് ലെവലിൽ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്കിന്നിൻ്റെ കൊളാജനെ ബിൽഡ് ചെയ്യാനും സ്കിന്നിനെ നറിഷ് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഹെയർ ഗമ്മീസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വിറ്റമിൻ സി ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ ബയോട്ടിൻ മെയിൻ ഘടകം. വിറ്റമിൻ സി ഇതിൻ്റെ അകത്ത് കൊളാജൻ്റെ ആ ഒരു ഫോർമേഷനെ, സിന്തസിസിനെ ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. വിറ്റമിൻ ഇ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിലോ പാടുകളുണ്ടെങ്കിലോ ഒക്കെ വിറ്റമിൻ ഇ പരിഹരിക്കുന്നുണ്ട്. ഡാർക്ക് സ്പോട്ട്സ് ആണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിലും വിറ്റമിൻ എ കൊണ്ട് പരിഹരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം റിങ്കിൾ ഫ്രീ ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ സെബേഷ്യസ് ഗ്ലാൻഡ് ഒക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 100% വെജിറ്റേറിയൻ ആണ്, വീഗൻ ആണ്. അതുപോലെ തന്നെ ഫ്രീ ഫ്രം ആ ഒരു ഹാർഷ് കെമിക്കൽസ് അല്ലെങ്കിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ അത് വീറ്റ്, അതുപോലെ തന്നെ സോയ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺ അങ്ങനത്തെ ഒന്നും അടങ്ങാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോട്ടീനോട് അലർജി ഉള്ള ആൾക്കാർക്ക് വരെ ഇത് കഴിക്കാം. ഇത് കഴിച്ചിട്ട് അലർജി ആവുന്നത് അല്ലെങ്കിൽ പിടിക്കാതെ വരുന്നത് വളരെ റെയറാണ്. അപ്പം വളരെ സേഫായിട്ട്, പക്ഷേ പ്രഗ്നൻ്റ് ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള ആൾക്കാർ കഴിക്കാൻ പാടില്ല. ബാക്കി ആൾക്കാർക്ക് സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യും, പ്രത്യേകിച്ച് ആഫ്റ്റർ 30 ഒക്കെ സ്കിന്നിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഗമ്മീസ് വളരെ ഉപകാരപ്രദമാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.